കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേരം സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBF-ൻ്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വരുവാനിടയായല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റായിട്ട് വചന ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിനീത് PM. കർത്താവിൻ്റെ ദാസനെ പ്രത്യേകകാലം മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. പാട്ടുപാടാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന മാങ്കുളം സഭാംഗമായിരിക്കുന്ന സോന, കൊട്ടാരക്കരയിലെ കർത്തദാസൻ സന്തോഷ് മാത്യു അവറുകളെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പുല്ലാന്നുള്ള സഭയിൽ നിന്ന് കടന്നു വന്ന അമൽ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി അമലിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഇത്രയും പേർക്ക് ഈ യോഗത്തിന് കടന്നു വരാൻ കർത്താവ് അവസരമാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇപ്പോൾ കർത്താവെ എല്ലാവരും യാത്രയിലായിരിക്കുന്നതിന് ക്ഷേമത്തോടെ എത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാട്ടുപാടാൻ പോകുന്നു, പാട്ടുകളുടെ കൃപ എല്ലാവർക്കും നൽകി സഹായിക്കണം. വചനം പറയുന്ന അങ്ങയുടെ ദാസനെ ഞങ്ങൾ സഹായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാം കർത്താവെ യേശു ക്രിസ്തുവിൽ തന്നെ ആമേൻ. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയെ ഉണർത്തുന്ന ഒരു ഗാനം നമുക്ക് ആദ്യം പാടിക്കേൾക്കാം. ദൈവമക്കളായ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെന്ന് വരികിലും നാം ഒരു പുതിയ ലോകത്തെ പ്രതീക്ഷിച്ച് ഒരു യെരൂശലേമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ആ കർത്താവിൻ്റെ രണ്ടാം വരവിനെയും അതിൻ്റെ മഹത്വത്തെയും വർണ്ണിക്കുന്ന ഒരു ഗാനം ആദ്യമായിട്ട് നമുക്ക് പാടിക്കേൾക്കാം. മാങ്കുളം സഭാംഗമായിരിക്കുന്ന സോനാമോൾ നമുക്ക് ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന ഗാനം ആലപിക്കുന്നതായിരിക്കും. Yeshua
ഈ ലോകത്തിൽ നാം ചെറുതും വലുതുമായ അനേക സംഗമങ്ങളെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹാസംഗമം ഈ ഭൂമിയിൽ ഇനി നടക്കാൻ പോകുന്നു. അത് ഈ ഭൂമിയിലല്ല, മധ്യാകാശത്ത് വെച്ചാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോടുകൂടി ദൈവമക്കളായ നമ്മെ എല്ലാവരെയും കർത്താവ് മധ്യാകാശത്ത് വിളിച്ചു കൂട്ടുന്നൊരു മഹാസംഗമം. നമ്മുടെ പ്രത്യാശ അതാണ്. കാഹള ശബ്ദത്തോടുകൂടെ നാം ആ സംഗമത്തിന് വേണ്ടി അണിചേരുന്നു. ആശയം വരുന്നൊരു ഗാനം നമുക്ക് വീണ്ടും പാടിക്കേൾക്കാം. ഈ കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരാറായി എന്ന് തുടങ്ങുന്ന ഗാനം കൊട്ടാരക്കരയിലെ പ്രിയ കർത്താവിൻ്റെ ദാസ സന്തോഷ് മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുന്നു. നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയ മാമൻ കുര്യൻ അങ്കിൾ നീറോയങ്കളാണ് ഈ ഗാനം രചിച്ചത്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ആ ഗാനം പാടുന്നതായിരിക്കും. ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരേ, ഉണർന്നിരിക്കാം സോദരരേ. കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരേ, ഉണർന്നിരിക്കാം സോദരരേ. മധ്യാകാശേ കൂടിടുമ്പോൾ യേശുവിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ, മധ്യാകാശേ കൂടിടുമ്പോൾ യേശുവിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ, ഹല്ലേലൂയ ഗീതങ്ങൾ ആർത്തുപാടി സ്തുതിക്കും നാം. ഹല്ലേലൂയ ഗീതങ്ങൾ ആർത്തുപാടി സ്തുതിക്കും നാം. കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരേ, ഉണർന്നിരിക്കാം സോദരരേ. ഈ ലോകത്തിൻ വേദനകൾ നൊടി നേരത്തിൽ മാറിടുമേ. ഈ ലോകത്തിൻ വേദനകൾ നൊടി നേരത്തിൽ മാറിടുമേ. കർത്തൻ യേശു വന്നിടുമ്പോൾ കണ്ണീരെല്ലാം നീങ്ങിടുമേ. കർത്തൻ യേശു വന്നിടുമ്പോൾ കണ്ണീരെല്ലാം നീങ്ങിടുമേ. കാഹള ശബ്ദം കേൾക്കാനായി കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരേ, ഉണർന്നിരിക്കാം സോദരരേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ വേഗം നീ വന്നിടണേ. കർത്താവായ യേശുവേ വേഗം നീ വന്നിടണേ. നിന്നോടൊത്തു വസിച്ചിടുവാൻ ഹൃദയം വെമ്പൽ കൊള്ളുന്നേ. നിന്നോടൊത്തു വസിച്ചിടുവാൻ ഹൃദയം വെമ്പൽ കൊള്ളുന്നേ. കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരേ, ഉണർന്നിരിക്കാം സോദരരേ. കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി.
കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരെ, ഉണർന്നിരിക്കാം സോദരരെ. കെ വി ശമൻ സാർ എഴുതിയ ഒരു പഴയ ഗാനമാണ്. നമ്മുടെ ആത്മീയ ഗീതത്തിൽ ഈ പാട്ടില്ല എങ്കിലും ക്ലാസിക്കലായ ഒരു ഗാനമാണ്. സ്വർഗമന്ദിരത്തിൽ വാഴും എങ്ങളിൻ പിതാവേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. നമുക്ക് ആ ഗാനം കേൾക്കാം. സ്വർഗമന്ദിരത്തിൽ വാഴും എങ്ങളിൻ പിതാവേ, സ്വർഗമന്ദിരത്തിൽ വാഴും എങ്ങളിൻ പിതാവേ, ശുദ്ധമായി ഭവിക്ക നിന്റെ നാമമെത്ര ഭൂവി, ശുദ്ധമായി ഭവിക്ക നിന്റെ നാമമെത്ര ഭൂവി. രാജ്യമാഗമിക്ക വേണമതിവേഗം, നിന്റെ രാജ്യമാഗമിക്ക വേണമതിവേഗം, നിന്തിരുഹിതം നടപ്പിലാകവിണ്ണിലേ പോയി, നിന്തിരുഹിതം നടപ്പിലാകവിണ്ണിലേ പോയി. നിത്യമാവശ്യത്തിനൊത്തു ഭക്ഷണം തരുമ്പോൾ, നിത്യമാവശ്യത്തിനൊത്തു ഭക്ഷണം തരുമ്പോൾ, ഇദ്ദിനത്തിൽ വേണ്ട മട്ടിലപ്പമേകിടേണം, ഇദ്ദിനത്തിൽ വേണ്ട മട്ടിലപ്പമേകിടേണം. അന്യരിൻ കടങ്ങൾ ഞങ്ങൾ മോചിക്കുന്ന പോലെ, അന്യരിൻ കടങ്ങൾ ഞങ്ങൾ മോചിക്കുന്ന പോലെ, ഞങ്ങളിൻ കടങ്ങൾ മോചിക്കേണമാദിദേവ, ഞങ്ങളിൻ കടങ്ങൾ മോചിക്കേണമാദിദേവ. ലോഭനത്തിൽ ഞങ്ങളെ കടത്തിടാതെ ദോഷ, ലോഭനത്തിൽ ഞങ്ങളെ കടത്തിടാതെ ദോഷം, രൂപിയിൻ കാര്യത്തിൽ നിന്നു കാവൽ ചെയ്തിടേണം, രൂപിയിൻ കാര്യത്തിൽ നിന്നു കാവൽ ചെയ്തിടേണം. രാജ്യശക്തി തേജസ്സെല്ലാം നിന്നുടേതു തന്നെ, രാജ്യശക്തി തേജസ്സെല്ലാം നിന്നുടേതു തന്നെ, പ്രാജ്യമായി ഭവിക്ക നിന്റെ വന്ദനങ്ങളാമേൻ, പ്രാജ്യമായി ഭവിക്ക നിന്റെ വന്ദനങ്ങളാമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടിക്കേൾക്കുകയായിരുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഇന്ന് നമ്മുടെ മധ്യേ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് പൊങ്ങുമോട് സഭയിലെ സുവിശേഷകനായിരിക്കുന്ന വിനീത് PM ആണ്. താൻ വാസ്തവത്തിൽ കണ്ണൂർ സ്വദേശിയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് താൻ തിരുവനന്തപുരത്ത് പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരികയും ടെക്നോ പാർക്കിൽ ജോലി ചെയ്തു വരികവേ കർത്താവിൻ്റെ വിളിയുണ്ടാകുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ സമർപ്പിക്കുകയും കുടുംബസ്ഥനാകുകയും ചെയ്തു.
ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഓർത്ത് നമ്മളെല്ലാവരും വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അനേക നാളുകൾ പ്രിയ കുഞ്ഞ് GG ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. വളരെ വലിയ പ്രതിസന്ധിയിലൂടെ ആ കുടുംബം കടന്നുപോയെങ്കിലും സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരുടെയും അനേകരുടെയും പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിനെ വിടുവിക്കുകയും ആ നിലയിൽ ക്ഷേമത്തോടുകൂടി ഇപ്പോഴായിരിക്കുന്നു. ആ സാക്ഷ്യം നമുക്ക് കേൾക്കാനുള്ള സാവകാശമുണ്ട്. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ടും സാക്ഷ്യത്തിനായിട്ടും കർത്താവിൻ്റെ ദാസന് വിനീത് PM ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ചിലർക്കൊക്കെ പരിചിതനാണ്, എന്നാൽ ചിലർക്ക് എന്നെക്കുറിച്ച് അറിയില്ല. ഷീച്ചായൻ പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയിലെ കുടിയാൻമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഇവിടെ ഒരു കോഴ്സ് ചെയ്യുവാനും അതിനുശേഷം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തു. എന്നാൽ 2021 ആ ജോലി മതിയാക്കി കർത്താവിൻ്റെ വേലയിൽ കർത്താവ് ചില ഡയറക്ഷൻസ് തന്നനുസരിച്ച് ആ രീതിയിൽ മുൻപോട്ട് പോകുന്നു. എന്നാൽ ഇന്ന് ഈ TBFൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്കൊരവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഷീച്ചാൻ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള ദൈവമക്കളും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു സാക്ഷ്യവും അതോടൊപ്പമുള്ള ഒരു വചന ശുശ്രൂഷ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് ദൈവം എനിക്ക് ഒരു ലീഡിങ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2024 ജൂലൈ മാസം 25-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞുണ്ടായി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ കുഞ്ഞിൻ്റെ ജനനം സംഭവിച്ചത്. സെപ്റ്റംബർ മാസം 22-ാം തീയതി ഡ്യൂ ഡേറ്റ് പറഞ്ഞൊരു കുഞ്ഞ് 7 മാസം പൂർത്തിയാകുന്നതിന് മുൻപേ കുഞ്ഞിനെ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രീമച്വർ ബേബി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. കാരണം നമ്മുടെ മുമ്പിലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ആ കുഞ്ഞുങ്ങളെയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെയൊക്കെ ആശുപത്രികളിലൊക്കെ ഉണ്ട്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ച് അവൻ്റെ ജനന ഭാരം വെയിറ്റ് എന്ന് പറയുന്നത് 1 കിലോയും 100 ഗ്രാമുമേ ഉള്ളായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വളരെ വലിയൊരു അപകടാവസ്ഥ നേരിട്ടു. ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് വളരെ വലിയൊരു ഇൻഫെക്ഷൻ പിടിപെടുവാനായിട്ട് ഇടയായിത്തീർന്നത് ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ NEC നെക്രോട്ടൈസിങ് എൻട്രോക്കൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതര ഇൻഫെക്ഷനാണ് ഉണ്ടായത്. കുഞ്ഞതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിൻ്റെ മുൻപിൽ വളരെ അസാധാരണമായൊരു കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും സാധാരണഗതിയിൽ മരിച്ചു പോവുകയാണ് പതിവ്. ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്കുണ്ടായത്. ഞാൻ എൻ്റെ ബാക്കിയുള്ള സാക്ഷ്യം എൻ്റെ വചനത്തോടൊപ്പം ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ 2 സ്ഥലങ്ങളിൽ ഈ സെയിം വചന ശുശ്രൂഷ ഈ ഒരു പാസേജിൽ ഞാൻ സംസാരിച്ചു. എന്നാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കിതുമായിട്ട് ചിന്തിച്ചപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവിച്ച അല്ലെങ്കിൽ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അനേകർ വേദപുസ്തകത്തിൽ ആ രീതിയിൽ അനേക ദൈവമക്കൾ അങ്ങനെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് അബ്രഹാമിനെ കുറിച്ചാണ്. എന്നാൽ അബ്രഹാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 Peter chapter 4 verse 12. അതിങ്ങനെയാണ് നാം കാണുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
വ്യത്യസ്തമായ പരിശോധനകളിലൂടെ കടന്നുപോയ ആളുകളാണ് എന്നുള്ളത് വളരെ നന്നായിട്ട് എനിക്കറിയാം. ഒരുപക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് അല്പം കുറവോ അല്പം കൂടിയതോ ഒക്കെ ആയിരിക്കാം. എന്നാൽ മാനുഷികമായി ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യനും ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങളിലൂടെ സാധാരണഗതിയിൽ കടന്നു പോകാറുണ്ട്. അതിൽ വിശ്വാസിയും കടന്നു പോകാറുണ്ട്, അവിശ്വാസിയും കടന്നു പോകാറുണ്ട്. എന്നാൽ വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മോടൊപ്പം സർവശക്തനായൊരു ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വലിയ ധൈര്യവും ബലവുമാണ് ഒരു വിശ്വാസിയെ ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കുവാനായിട്ട് സഹായിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് നാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായം 1 മുതൽ, നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഒരു പാസേജാണ്. 1 മുതൽ അതിൻ്റെ 9-ാമത്തെ അല്ലെങ്കിൽ 10-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ അബ്രഹാം പരീക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ഒരു അവസ്ഥയാണ് നാം അവിടെ കാണുന്നത്. നമുക്കെല്ലാം അറിയാം, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും അബ്രഹാം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്, യിസ്ഹാക്കിനെ എങ്ങനെയാണ് കൊല്ലാൻ പോയത് എന്നുള്ള കാര്യമൊക്കെ ഇവിടെയുള്ള ഏത് കൊച്ചു കുഞ്ഞും പറയുവാനായിട്ട് ഇടയായിട്ട് തീരും. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അതിൻ്റെ പുറകിലേക്കുള്ള അധ്യായങ്ങളാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം. അവിടെ നാം ഇങ്ങനെയാ കാണുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. നാം ഇവിടെ കാണുന്നത് അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവമായ യഹോവ താൻ വിളിക്കുകയാണ്. എന്നാൽ ഇതിന് മുൻപിലേക്കുള്ള ഒരു പാസേജിലേക്ക് നാം പോവുകയാണെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ ഹെഡ്ലൈനായിട്ട് നാം കാണുന്നത് ബാബേൽ ഗോപുരം തകരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത്, അതിൽ ഷേമിൻ്റെ പാരമ്പര്യത്തിൽ അബ്രഹാം വരെ എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ഷേമിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത്. എന്നാൽ ഷേം മുതൽ അബ്രഹാം വരെ ഏകദേശം ഒരു 400-ലധികം വർഷത്തെ കാലഘട്ടത്തിന്റെ വ്യത്യാസമുള്ളൊരു കാലഘട്ടമാണ് ഈ ഷേം മുതൽ അബ്രഹാം വരെ. എന്നാൽ ഇതിനിടയിൽ ആരെയും പ്രത്യേകമായിട്ട് ദൈവം വിളിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്രഹാം എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നമുക്കറിയാം, തേരഹ്. തേരഹിന്റെ പുത്രനായ അബ്രഹാം. ഈ അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹം ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വ്യക്തി നമുക്കറിയാം. ഈ 11-ാമത്തെ അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെ 11 അധ്യായങ്ങൾ നാം കടന്നു പോകുമ്പോൾ അവസാനമായിട്ട് 22-ാമത്തെ അധ്യായത്തിന് തൊട്ട് മുമ്പിൽ അബ്രഹാം താൻ ചില പ്രയാസഘട്ടങ്ങളിലൂടെ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ ഈ രീതിയിൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്? അതില് എനിക്ക് ലഭിച്ച ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവത്തിന് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ പൂർണ്ണമായിട്ട് വേണമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക പരീക്ഷ ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഉദാഹരണമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ഒരു പരീക്ഷയിലൂടെ കടന്നുപോയപ്പോൾ അത് എൻ്റെ ഭാര്യയെയും എന്നെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിശ്വാസം വർദ്ധിക്കുന്നതിനുമൊക്കെ ഒരു കാരണമായി തീർന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവം അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായി തനിക്ക് വേണ്ടി, തന്നോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് താൻ ഈ പരീക്ഷയിലൂടെ അബ്രഹാമിനെ കടത്തിവിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഒരുപക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിലും ഈ ദിവസത്തിലും നാം വ്യത്യസ്തമായ ചില വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്
നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് അബ്രഹാമിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ പിതാവായ തേരഹ് നദിക്ക് അക്കരെ വെച്ച് അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന ഒരു പിതാവിന്റെ മകനെ ദൈവത്തിന്റെ കാര്യപരിപാടികൾക്കായിട്ട് വിളിച്ചപ്പോൾ അവനെ വെറുതെ ഒരു പ്ലെയിൻ അനുഭവങ്ങളിൽ കൂടി കടത്തിവിടുകയല്ല ചെയ്തത്. വെരി റഫ് ആൻഡ് ടഫ് അല്ലെങ്കിൽ വെരി ഹാർഡായിട്ടുള്ള വെരി പെയിൻഫുൾ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ അബ്രഹാമിനെ ദൈവം കടത്തിവിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് സംസാരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാമൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായെങ്കിൽ. ഈ ദൈവം സംസാരിച്ച ഈ വ്യക്തി തന്റെ ജീവിതത്തിൽ വളരെ വേദനയുള്ള ഒരവസ്ഥയിലൂടെ കടന്ന് പോവുകയാണ്. അതിന്റെ 1-ാമത്തെ കാരണം ദൈവത്തിന് അബ്രഹാമിനെ പൂർണ്ണമായിട്ട് വേണമായിരുന്നു. 2-ാമത്തെ കാര്യം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനും ആ വിശ്വാസത്തിന്റെ ആഴം താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ താൻ എത്രത്തോളം ആശ്രയം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അബ്രഹാമിന് തന്നെ ദൈവത്തിന് കാണിച്ച് കൊടുക്കണമായിരുന്നു. നാം എല്ലാം പറയും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ നാം പറയും. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും ഇങ്ങനെ ഒരു ദൈവമുണ്ടോ, എന്നെ എന്തുകൊണ്ടാണ് ഈ ദൈവം സഹായിക്കാത്തത്? പക്ഷേ ആ സാഹചര്യങ്ങളുടെ അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമായ വലിയ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഒരവസ്ഥയാണ് എന്നുള്ളത് അബ്രഹാമിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പൊ 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ എത്രത്തോളം താൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് അബ്രഹാമിനോട് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അനുഭവം അബ്രഹാമിന് നൽകണമെങ്കിൽ അബ്രഹാം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്ന് പോകണമായിരുന്നു. എന്നാൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഈ ഇസഹാക്കിനെ, അബ്രഹാം യാഗം അർപ്പിക്കാൻ പോകുന്ന ഇസഹാക്ക്, അതാണ് അബ്രഹാമിന്റെ വലിയൊരു പരീക്ഷണം എന്ന് പറയുന്നത്. ഈ ഇസഹാക്കിനെ എപ്പോഴെങ്കിലും അബ്രഹാം എനിക്കൊരു മകനെ തരണമെന്ന് ആ രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് അതിന്റെ 17-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നു. ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായി എന്നല്ല, അവളുടെ പേര് സാറ എന്ന് വിളിക്കണം, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാമിന്റെ ആഗ്രഹപ്രകാരമല്ല ഇവിടെ ഇസഹാക്ക് ജനിക്കുന്നത്. ഇസഹാക്ക് ജനിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ്. നാം വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ അത് കാണുന്നു. അതിന്റെ 18-ാമത്തെ വാക്കിൽ ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അപ്പൊ ദൈവം ഇങ്ങനെ ഒരു ഓഫർ ചെയ്തപ്പോ, നിനക്കൊരു മകൻ ജനിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞത് എന്താണ്? എനിക്കൊരു പുതിയ മകനെ ഒന്നും ഇനി വേണമെന്നില്ല. അതാണ് അതിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. നീ എനിക്ക് നൽകിയിട്ടുള്ള, എൻ്റെ ദാസിയിൽ നൽകിയിട്ടുള്ള ഇസ്മായേല് നന്നായി ഒന്ന് ജീവിച്ചിരുന്നാൽ മതി. എന്നാൽ 19-ാമത്തെ വാക്യത്തില് അതിന് ദൈവം അരുളി ചെയ്തത് അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ദൈവം പറയുക അങ്ങനെയല്ല, ഞാൻ നിനക്ക്
നിന്റെ ഭാര്യയായ സാറായിൽ നിനക്കൊരു മകനെ തരും. ആ മകന്റെ പേരാണ് ഇസഹാക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ സ്മൂത്തായിട്ടൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി, എനിക്ക് അഡീഷണൽ ആയിട്ടൊന്നും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളോ ഒന്നും നൽകാതെ മുൻപോട്ട് പോയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ചില കാര്യപരിപാടികൾക്കായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില പ്രത്യേക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇസഹാക്കിനെ പോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അതൊരു പക്ഷേ നമ്മുടെ ആഗ്രഹപ്രകാരമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണിക്കുവാനും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പകർന്നു നൽകുവാനും നമ്മെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിർത്തുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികളെ ദൈവത്തിനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാമും അബ്രഹാമിന്റെ മകനായ ഇസഹാക്കും. ഇന്ന് ദൈവം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങൾ അത് നാം കടന്നു പോകുന്നതിന് പിന്നിൽ ദൈവത്തിന് ഈ കാലഘട്ടത്തിലെ ചില ആളുകളുടെ മുമ്പിൽ, ഒരുപക്ഷെ നമ്മുടെ സഭയിലെ ആളുകളുടെ മുമ്പിൽ, അല്ലെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ മുമ്പിൽ, നാം താമസിക്കുന്ന നമ്മുടെ ഭവനത്തിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലെ ആളുകളുടെ മുമ്പിൽ നമ്മെ ഒരു സാക്ഷ്യമായി ദൈവത്തിന് നിർത്തണമെങ്കിൽ ദൈവത്തിന് നമ്മെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടേ മതിയാകൂ. മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസികളുടെ പിതാവ് എന്ന തരത്തിലുള്ള ഉയരത്തിലേക്ക് ദൈവത്തിന് അബ്രഹാമിനെ ഉയർത്തുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നും ഏത് കൊച്ചു കുഞ്ഞിനോടും വിശ്വാസികളുടെ പിതാവ് ആരാണ് മോളെ എന്ന് ചോദിച്ചാൽ, മോനെ എന്ന് ചോദിച്ചാൽ അവർ പറയും അബ്രഹാം അപ്പച്ചൻ എന്ന് പറയും. അതെന്ന് തുടങ്ങിയതാ? ദൈവം അബ്രഹാമിനോട് സംസാരിച്ച കാലം മുതൽ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവം അത് ഉറപ്പിച്ച ഒരു നാമമാണ്, അല്ലെങ്കിൽ ദൈവം നെയിം ബോർഡ് കൊടുത്ത ഒരു കാര്യമാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അപ്പൊ ദൈവത്തിന് അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലൂടെ ഈ ലോക ജനതയ്ക്ക് മുൻപിൽ ഒരു വലിയ ഫൗണ്ടേഷൻ ഇടണമായിരുന്നു. ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന് അബ്രഹാമിലൂടെ ഇടണമായിരുന്നു. നമുക്കറിയാം, നമുക്ക് ആ അബ്രഹാം കടന്നു പോകുന്ന ആ ടെസ്റ്റിനെ കുറിച്ച് നാം അല്പം കഴിയുമ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കും, എത്രത്തോളം അതിന് ഇന്റൻസിറ്റി എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. എന്നാൽ നാം ആ ടെസ്റ്റിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നാം ആ പരീക്ഷയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും അബ്രഹാമിനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ തകർത്ത് കളയുവാനായിട്ടുള്ളതായിരുന്നില്ല, അബ്രഹാമിനെ ബിൽഡ് ചെയ്യുവാനായിട്ടുള്ളതായിരുന്നു. അബ്രഹാമിനെ മാത്രമല്ല, ഇന്ന് ഈ അബ്രഹാമിലൂടെ നമുക്കും സംസാരിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ കഠിനമായ ചില വേദനകളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഇന്ന് നാം ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒരു കാര്യം ആണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ഇല്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകൾ ഇല്ല എങ്കിൽ നാം ഒന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കറക്റ്റ് സ്ഥലത്താണോ നിൽക്കുന്നത്? കാരണം ദൈവത്തിന് എൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവം എന്നെ ചില തീച്ചൂളയുടെ, കാരണം ഞാൻ ഒരുപക്ഷെ ചെയ്യുവാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ചില തീപ്പൊള്ളലുകളുടെ, ചില ചൂളയുടെ, അല്ലെങ്കിൽ ചില വേദനയുടെ, ചില ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രൂപമായിരിക്കാം. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് മുൻപ് ദൈവത്തിന് എനിക്കൊരു പ്രോപ്പർ ട്രെയിനിങ് തന്നു മാത്രമേ എന്നെ ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ തകർന്നു വീഴുവാനായിട്ട് ഇടയായിട്ട് തീരും. നമുക്കറിയാം, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് വളരെ 8848 അടി ഉയരമുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിലേക്ക്
ഒരു വ്യക്തി അത് ഒരു പർവ്വതാരോഹകൻ അതിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിലധികമായ ഒരു കഠിനമായ ഒരു ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ തനിക്ക് ആ ഒരു പദ്ധതിക്ക് വേണ്ടി ആരംഭം കുറിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം താൻ ഇവിടെ സാധാരണ നടക്കുന്ന പോലെ നടന്ന് ഈ പർവ്വതമെങ്ങാനും കയറുവാനായിട്ട് ചെന്നു കഴിഞ്ഞാൽ അതിന്റെ 1-മത്തെയോ 2-മത്തെയോ അല്ലെങ്കിൽ ഒരു 3-മത്തെയോ സ്റ്റേജിൽ വെച്ച് തനിക്ക് ആവശ്യമായ ആ ശ്വാസം ലഭിക്കാതെ പ്രോപ്പറായിട്ട് ശ്വസിക്കുവാൻ കഴിയാതെ താൻ മരിച്ചു വീഴുവാനായിട്ടിടയായിട്ട് തീരും. അപ്പോൾ താൻ പോകുവാൻ ആഗ്രഹിക്കുന്ന ആ കമ്പനി തന്നെ 6 മാസത്തിലധികമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടത്തിവിട്ട് തന്നെ ആ രീതിയിൽ അതിനെ സജ്ജമാക്കുവാനായിട്ടിടയായിട്ട് തീരും. അത് കഴിഞ്ഞ് ആ വ്യക്തി ആ പർവ്വതം കയറുവാനായിട്ട് പോകുമ്പോൾ തനിക്ക് ലഭിച്ച ട്രെയിനിങ്ങിന്റെ പിൻബലത്തില് തനിക്ക് വളരെ സ്മൂത്തായിട്ടെന്നല്ല, എന്നാലും ചില പ്രയാസങ്ങളോടുകൂടെ തന്നെ ഒരുപക്ഷെ ആ മോളിലെത്തുവാനായിട്ട് കഴിയുവാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില ഹാർഡ് ആൻഡ് ഫാസ്റ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നാം ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ആയിരിക്കാം. എന്നാൽ ഒരു കാര്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് കഴിയും. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജൂലൈ മാസം 25-ാം തീയതി കുഞ്ഞുണ്ടായപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു സാധാ ടെസ്റ്റിന് വേണ്ടി ഇവിടെയുള്ള അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നതാണ്. ഡോക്ടർ പറഞ്ഞു ഈ ഫ്ലൂയിഡ് വളരെ കുറവാണ്, കുഞ്ഞിനെ എടുക്കാനായിട്ട് പോവുകയാണ്. സാധാരണ ഒരു ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും കൂടെ ഉണ്ടാകും. എന്നാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞു സാറയുടെ അമ്മ വരാൻ ശ്രമിക്കുന്നുണ്ട്, അവർ വന്നിട്ടൊന്ന് തിയേറ്ററിൽ. അവർ പറഞ്ഞു പറ്റത്തില്ല, വളരെ എമർജൻസി ആയിട്ട് ഈ കുഞ്ഞിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ആ ഒരു നിമിഷം ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ലേബർ റൂമിൻ്റെ മുന്നിൽ അവിടെ നിന്നു. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു എനിക്കൊന്ന് കയറി ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ച് സാറേ ആ റൂമിലേക്ക് വിട്ടു. കാരണം നമുക്ക് അറിയത്തില്ല 7 മാസമുള്ള കുഞ്ഞ് ഏത് ഫോമിലാണ് പുറത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു അൺസർട്ടനിറ്റി മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഞാൻ കുഞ്ഞിന് അവൻ എല്ലാ ദിവസവും അവന് 5-6 പ്രാവശ്യം പാലുമായിട്ട് അവൻ്റെ പാലുമായിട്ട് അവിടെ പോകണം. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിലെ ആ ലിഫ്റ്റിൻ്റെ സൈഡിൽ പാല് കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ പറയുന്നതിന് ഡോക്ടർ വിളിക്കുന്നു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, എൻ്റെ റൂമിലേക്ക് ഒന്ന് വരണം. ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, കുഞ്ഞിന് ഒരു സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി കുഞ്ഞിന് പാല് കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം കുഞ്ഞിൻ്റെ വയറിൽ ഗ്യാസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഈ ഗ്യാസ് ഫോം ചെയ്തതുകൊണ്ട് ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ബ്രീത്തിങ് ഇഷ്യൂ വരും. മാത്രമല്ല ഗ്യാസ് ഫോം ചെയ്തതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടലിൽ കൂടിയാണ് ഈ പാലൊക്കെ പോകുന്നത്, ഈ കുഞ്ഞിൻ്റെ വയറിലേക്ക് പോകുന്നത്. ആ ട്യൂബ് എന്ന് പറയുന്നത് പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മലയുടെ മുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പിലൊക്കെ വെള്ളം കൊണ്ടുപോകും. അപ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട് ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴും. അതുപോലെ തന്നെ ഡോക്ടറിനോട് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളൊരു പൈപ്പിൽ വെള്ളം പോകുമ്പോൾ ഒരു 4-5 സ്ഥലത്ത് ലീക്ക് വന്നാൽ എങ്ങനെയാണോ താഴേക്ക് വെള്ളം വീഴുന്നത്, അതുപോലെ ഈ പാല് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന? പുള്ളി പറഞ്ഞു ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന പാല് സ്റ്റോപ്പ് ചെയ്യുക, കുഞ്ഞിന് IV ലൈൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, IV-യിലൂടെ കുഞ്ഞിന് ആവശ്യമായ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതും സാധ്യമല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്, അത് കാലിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഇടുക. ശരി, ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോയി. ഞാൻ വീട്ടിലെത്തി. ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഡോക്ടർ പിന്നെ എന്നെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞു ഞങ്ങൾ IV ലൈൻ ട്രൈ ചെയ്തു, അത് സക്സസ് ആയില്ല, ഇനി സെൻട്രൽ ലൈൻ ട്രൈ ചെയ്യുവാണ്, അപ്പം നിങ്ങൾ വരണം, നിങ്ങൾ വന്നിട്ട് എനിക്കൊരു സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് സൈൻ ചെയ്ത് കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സെൻട്രൽ ലൈനും സക്സസ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പം പുള്ളി പറഞ്ഞു
പാലില്ലാതെ, അതായത് കുഞ്ഞിന് ഫീഡില്ലാതെ ഏകദേശം ഒരു 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ കുഞ്ഞ് മുൻപോട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ കുഞ്ഞ് സർവൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചു പോകും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആ ആശുപത്രിയുടെ ICUവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊന്ന് കയറി കുഞ്ഞിനെ കാണാൻ കഴിയുമോ? ഡോക്ടർ പറഞ്ഞു കയറി കണ്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ ആ ICUവിലെ ബെഡിൽ അവൻ കിടക്കുന്ന ആ ഒരു ചെറിയ ഒരു സ്മോൾ ഇതുണ്ട്, ട്രേ ഉണ്ട്. അതിൽ കൈവച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണമായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ദൈവം എന്നോട്, എനിക്ക് വാഹനം ഓടിക്കുവാനായിട്ട്, കാർ ഓടിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താണ്, മനസ്സിൽ നാളെ നടക്കുവാൻ പോകുന്ന 6 മണിക്കൂറുകൾക്ക് ശേഷം നടക്കുവാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ ഓർത്ത് അതിനെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, പിന്നെ ഞാൻ എങ്ങനെ ഇത് എന്ന് സാറയോട് പറയും, മറ്റുള്ള ആളുകളോട് എങ്ങനെ ഇത് പറയുമെന്നുള്ളൊരു വലിയ ആശങ്ക എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് സാറയോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാണ്. കാരണം ഇത് ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ഏകദേശം ഒരുപക്ഷെ ഈ രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് കുഞ്ഞ് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല അതിന് ഒരു ആധികാരികത നൽകുന്ന രീതിയിൽ എൻ്റെ ഫാദറിലോ അദ്ദേഹം ഒരു UP വിസിറ്റിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ, നമ്മുടെ ഒരു വിശ്വാസി ഡോക്ടറോട് ഈ കുഞ്ഞിൻ്റെ ICUവിലെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആണ് എന്ന് ഈ ഡോക്ടർ അലക്സ് അങ്കിളിനോട് പറഞ്ഞു. അപ്പോൾ അലക്സ് അങ്കിൾ വിളിച്ച് ഡാഡിയോട് പറഞ്ഞു, സുഭാഷ് എത്രയും വേഗം തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം, സാറയുടെ ഫാദറിലോ എന്നെ വിളിച്ച് പറഞ്ഞത്, വിനീത നാളത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറേഞ്ച് ചെയ്യണം. നമ്മുടെ സഭയിലെ ഒരു സഹോദരൻ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്, സാറയെ സമാധാനിപ്പിക്കണം, അവളുടെ കൂടെ നിൽക്കണം, നീ ഈ സാഹചര്യത്തെ വയസ്സായിട്ട്, അതായത് മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു കൺഫേംഡ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു പാസേജാണ് ഈ എബ്രഹാമിൻ്റെ. എബ്രഹാം കടന്നുപോയ ആ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിലൊരു ഹ്യൂജ് മെന്റൽ സ്ട്രെസ് ഉണ്ട്, ഒരു വലിയ മാനസികമായിട്ടുള്ള പിരിമുറുക്കം. ദൈവം ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്ത് ഒരു കുഞ്ഞിനെ നൽകി. ഒരു രാത്രിയിൽ വിളിച്ചു പറയുകയാണ്, നാളെ ഈ കുഞ്ഞില്ല, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ കഴിയുകയില്ല. ഒരു പിതാവ് എന്ന രീതിയിൽ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ ആളുകൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ സാറയോട് പറഞ്ഞു, നീ കരയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നീ ഒരുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കരുത്, വേണമെങ്കിൽ എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് വന്ന് കുഞ്ഞിനെ ഒന്ന് അവസാനമായിട്ട് കണ്ടോ, അവനെ ജീവനോട് കാണുവാനുള്ളൊരു അവസരം കൂടിയുണ്ട്. കാരണം ഒരു 6 മണിക്കൂർ ഡോക്ടർ മിനിമം സർവൈവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറ് പറഞ്ഞു, എനിക്ക് ഇനി അവനെ കാണണ്ട, എനിക്കൊരാഗ്രഹമുണ്ട്, ഇനി ഡോക്ടർമാരോട് അവനെ കുത്തുവൊന്നും ചെയ്യണ്ട, അവനെ വേദനിപ്പിക്കാതെ അവനങ്ങോട്ട് കടന്നു പോകട്ടെ എന്ന് പറഞ്ഞു. അവള് എന്നോട് രണ്ടാമതൊരു കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അവനെ എവിടെയായിരിക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്, അവൻ്റെ കഫിൻ എങ്ങനെയുള്ളതായിരിക്കും, അവൻ്റെ ശവപ്പെട്ടി, ആ ശവമഞ്ചം എങ്ങനെയുള്ളതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കുടുംബമായിട്ട് ഞങ്ങൾ കടന്നു പോകുവാനായിട്ട് ഇടയായിരുന്നു. അബ്രഹാമും കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, അതിൻ്റെ 22-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ താൻ കടന്നു പോകുന്ന ഈ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ പെയിൻ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയോട് പോലും ഡിസ്ക്ലോസ് ചെയ്യാതെ, തൻ്റെ കൂടെ വരുന്ന ബാല്യക്കാരോട് പോലും ഡിസ്ക്ലോസ് ചെയ്യാതെ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ ദീർഘമായി കാണുന്ന, ദൂരെ കാണുന്ന ഒരു മലയിൽ തൻ്റെ കുഞ്ഞിനെ പോയി യാഗമർപ്പിക്കുവാനായിട്ട് പോകുന്ന ആ മലയുടെ ആ ദൂരത്തിൽ തൻ്റെ ബാല്യക്കാരെ നിർത്തിക്കൊണ്ട് ഇനിയുള്ള അല്പസമയങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ ഒരു യാഗവസ്തുവായിട്ട് ആ യാഗപീഠത്തിൽ പിളരുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അബ്രഹാം അങ്ങോട്ട് നടന്നു പോകുന്നത്. എബ്രഹാമിന് അറിയാം എങ്ങനെയാണ് ഒരു യാഗവസ്തു തകരപ്പെടുന്നത്, അല്ലെങ്കിൽ പിളർക്കപ്പെടുന്നത്, ആ രക്തം എങ്ങനെയാണ് ഒഴുകാനായിട്ട് പോകുന്നത്, ആ കത്തി എങ്ങനെയാണ് ആ ശരീരത്തിലേക്ക് കയറുവാനായിട്ട് പോകുന്നത്. ഹ്യൂജ് മെന്റൽ സ്ട്രെസ്, ഒരു വലിയ മാനസികാവസ്ഥയിലൂടെ അബ്രഹാം കടന്നു പോകാനായിട്ട് ഇടയായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ
ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ആ സമയത്ത് ഞാൻ അത്രയും നാൾ വിശ്വസിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ അവിടെയുള്ള NICUവിലെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹമാണ് ഈ ട്രിവാൻഡ്രത്ത്, എനിക്ക് അറിയത്തില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് നിയോണോളജിസ്റ്റ്, അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ വിഭാഗത്തിൽ വിദഗ്ധനായ ഒരു ഡോക്ടറാണ്. പക്ഷേ ആ വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറം ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിനെ എത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ സാഹചര്യങ്ങളിലൂടെ പെട്ടെന്ന് ഞാൻ എല്ലാവരെയും വിളിച്ച് ഈ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. കാരണം അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ, അദ്ദേഹം വന്നു എന്നോട് പറഞ്ഞു, വിനീതേ, അദ്ദേഹം ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാസറിനെ 4-ാമത്തെ ദിവസം കല്ലറയിൽ നിന്നും എഴുന്നേൽക്കുവാൻ അനുവദിച്ചൊരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. നേത്തനെ ദൈവം മടക്കി കൊണ്ടുവരും. ഞങ്ങൾ ഒരുമിച്ച് ആ കാറിലിരുന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നേതനെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ദൈവം അവനെ മടക്കിയെടുക്കണം. പക്ഷേ ആ സമയത്ത് ദൈവം തന്ന ഒരു പ്രത്യേകമായ ഒരു ധൈര്യമുണ്ട്. അതൊരു പക്ഷേ നാളത്തെ സാഹചര്യത്തിന്റെ ആ ഡെപ്ത് എനിക്ക് മനസ്സിലാകാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സാഹചര്യം എന്ന് പറയുന്നത്, അതിനെ കടന്നു പോകുവാനുള്ള പ്രത്യേക കൃപ ദൈവം എനിക്ക് നൽകി. അപ്പോൾ ഞാൻ പറഞ്ഞത് 2-ാമത്തെ പോയിന്റ്, ദൈവം ഒരുപക്ഷെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ നമ്മെ ഒറ്റയ്ക്ക് കടത്തിവിടുവാനായിട്ട് ഇടയായിട്ട് തീരും. 3-ാമത്തെ ആ സാഹചര്യത്തിന്റെ പ്രത്യേകത, there is no hope. പ്രത്യേക പ്രതീക്ഷയൊന്നും ഈ സാഹചര്യത്തിന്റെ അപ്പുറത്ത് ഇല്ല. ഈ സാഹചര്യത്തിന്റെ അപ്പുറത്ത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അബ്രഹാമിനോടുള്ള ബന്ധത്തിലും തന്റെ മകൻ അവിടെ കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണ്. ഞങ്ങളോടുള്ള ബന്ധത്തിലും ഞങ്ങളുടെ മകൻ അല്പസമയത്തിനകം മരിക്കുവാനായിട്ട് പോവുകയാണ്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരവസ്ഥയില് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. മെഡിക്കൽ സയൻസ് ഒക്കെ പറയും, ഇനി ഒന്നും ചെയ്യുവാനായിട്ടില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. അതിവിദഗ്ധനായ വളരെ പ്രായമുള്ള ഒരു ഡോക്ടർ വന്ന് ഈ കുഞ്ഞിന്റെ സെൻട്രൽ ലൈൻ ഇടാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ആ രീതിയിലുള്ള ഒരു അനുഭവത്തിലൂടെ കടത്തിവിടുവാൻ നെയ്തനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. ദൈവമാണ് ആ ഡോക്ടർക്ക് അത് ചെയ്യുവാൻ സാധിക്കാതെ, അത് അനുവദിക്കാതെ ഇരുന്നത്. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആ യാഗവസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന്റെ 4-ാമത്തെ പോയിന്റ്, ആ യാഗവസ്തു എന്ന് പറയുന്നത് താൻ സ്നേഹിക്കുന്ന തന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നാം ഏറ്റവും സ്നേഹിക്കുന്ന ചില ആളുകളെ ദൈവം നമ്മോട് ചോദിക്കും. ചില പ്രത്യേക അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടും. മരണം ആ പടിവാതിൽക്കൽ നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന്റെ ഈ നേതന്റെ ഈ അവസ്ഥയുടെ 2 അവസ്ഥകളാണ്. ഒന്നില്ലെങ്കിൽ ദൈവം അവനെ മടക്കി തരും, പക്ഷെ അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1% പോലും ഇല്ല. 2-ാമത്തെ, അവനെ ദൈവം അങ്ങോട്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ ദൈവം അന്ന് ആ കുഞ്ഞിനെ എടുക്കുമായിരുന്നുവെങ്കിൽ ആ രാത്രിയിൽ ദൈവം എനിക്കൊരു പ്രത്യേക ധൈര്യം നൽകി. സാറയ്ക്ക് നാളത്തെ ദിവസത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ള ഒരു കൃപ ദൈവം അവൾക്ക് കൊടുത്തു. ഒരുപക്ഷെ റിയാലിറ്റി ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. എന്നാല് പ്രിയപ്പെട്ടവരെ, ദൈവം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ചില വ്യക്തിത്വങ്ങളെ, ചില കാര്യങ്ങളെ ദൈവം നമ്മോട് ചോദിക്കും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയാണ് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അബ്രഹാം ഈ അനുഭവങ്ങളിൽ റെസ്പോണ്ട് ചെയ്തത്? അതിന്റെ 1-ാമത്തെ പോയിന്റ്, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. He obeyed God. അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിന് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന് വേണേ പറയാമായിരുന്നു, ഞാൻ എൻ്റെ എത്രയോ മൃഗങ്ങളെ വേണമെങ്കിൽ യാഗമർപ്പിക്കാം. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ മലയിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. 2, അബ്രഹാമിനെ തന്നെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തു.
ദൈവമേ, നീ എനിക്ക് നൽകിയ മകനെ ഞാൻ നിനക്ക് തിരിച്ചു നൽകുകയാണ്. അബ്രഹാമിന്റെ ഹൃദയത്തിൽ അബ്രഹാം യാഗം കഴിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ദൈവം നമ്മോട് ചോദിക്കുന്ന ചില കാര്യങ്ങളെ, ദൈവമേ ഞാനത് നിനക്ക് സറണ്ടർ ചെയ്യുവാൻ തയ്യാറാണ്. അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു പരാജയത്തിന്റെ അപ്പുറത്തല്ല, എന്ന് വെച്ചാൽ ഇനിയൊരു ഹോപ്പ് ഇല്ല, ഇനി എനിക്ക് സറണ്ടർ മാത്രമേ ഉള്ളെന്നുള്ള ഒരു സാഹചര്യത്തിന് മുൻപിലല്ല അവർ. അതിനൊക്കെ ഒരുപാട് മുൻപ് ഒരുപക്ഷെ ദൈവം എന്നോട് സറണ്ടർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ഹി ലവ്സ് ഗോഡ്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. തന്റെ മകനെ അല്ല അബ്രഹാം വാല്യൂ ചെയ്തേ, തന്നെ വിളിച്ച ദൈവത്തെ അബ്രഹാം എന്ത് ചെയ്തു? സ്നേഹിച്ചു. അബ്രഹാം വാല്യൂ ചെയ്തു. ഹി ബിലീവ് ഇൻ ഗോഡ്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഹി ഗീവ് അപ്പ്. തന്റെ മകനെ അവൻ ദൈവസന്നിധിയിൽ യാഗം അർപ്പിച്ചു. ദൈവം എന്താണ് ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ അബ്രഹാം ചെയ്തപ്പോൾ ദൈവം എന്താണ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഒരുപക്ഷെ അബ്രഹാമും ഇസഹാക്കും മലയുടെ ഒരു സൈഡിൽ കൂടി ആ യാഗസ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ മറു സൈഡിൽ കൂടി ഒരു കാട്ടുകൊറ്റൻ ഈ യാഗസ്ഥലത്തേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം കൂടി പറയാതിരിക്കുന്ന ദൈവസന്നിധിയിൽ ഒരു നന്ദികേടായിട്ട് മാറും. ഞാൻ 2021 വരെ ഞാൻ ജോലി ചെയ്തു. ദൈവം നല്ലൊരു മാന്യമായ ജോലി നൽകി. എന്നാൽ അത് കഴിഞ്ഞ് കർത്താവിൽ വിശ്വസിച്ചുള്ള ദൈവാശ്രയത്തിലുള്ള ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ നാളുകൾ ഇന്ന് വരെ. ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയത്. ആദ്യമൊക്കെ വളരെ ചെറിയ ബില്ലുകളാണ് ഇനിഷ്യൽ ലെവലിൽ വന്നത്. എന്നാൽ പിന്നെയുള്ള 2 ദിവസം കൂടുമ്പോൾ അവൻ ഏകദേശം 62 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിൽ 57 ദിവസം എന്നെ ICUലായിരുന്നു. എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ബില്ലുകൾ വന്നുകൊണ്ടേയിരുന്നു. വലിയൊരു അൺസർട്ടനിറ്റി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവമാണ് ഈ സാഹചര്യത്തെ അനുവദിച്ചത്. ദൈവം അതിന് പരിഹാരവും നൽകണം. ഇല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിക്കുന്നത് ദൈവസന്നിധിയിൽ വലിയ ഒരു അപമാനമായിട്ട് മാറും. പ്രിയപ്പെട്ട, വളരെ തുച്ഛമായ ഒരു സംഖ്യ എൻ്റെ കയ്യിലുള്ളൂ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ ആവശ്യങ്ങളെ കൃത്യസമയത്ത് ഒരാളോട് പോലും ചോദിക്കാതെ ലക്ഷങ്ങൾ എത്രയാണ് കൊടുത്തതെന്ന് പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് എനിക്ക് വീണ്ടും മനസ്സിലാക്കുവാനായിട്ട്, എന്നെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്, ഒരു മനുഷ്യന്റെ മുമ്പിൽ പോലും എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയാകാത്ത രീതിയിൽ ഞാൻ വിചാരിച്ചു ഒരു 7-8 ലക്ഷം രൂപയൊക്കെ ആവുമ്പം അതിൻ്റെ കുറയുമായിരിക്കും. പക്ഷേ 8 കഴിഞ്ഞു, മുമ്പോട്ട് പോയി. പക്ഷേ ആ മുഴുവൻ കാര്യങ്ങളും അത് പൂർണ്ണമായിട്ട് ചെയ്യുവാനുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി തന്നു എന്നുള്ളത് സ്തോത്രത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതിനുമായിട്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഒരു സാധാരണ ജീവിതമല്ല. ദൈവം തിരഞ്ഞെടുക്കുന്ന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ടാണ് നാം ആ 1 പത്രോസിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിച്ചുവല്ലോ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. എന്റെ ചിന്തയിൽ പ്രീമച്ചുർ എന്ന് പറയുന്ന ഒരു അപൂർവമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഉദ്ദേശിച്ച് എങ്ങനെയാണ്, നീ ഈ കർത്താവ് ജോലിയൊക്കെ വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി, ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളൊക്കെ ചോദിക്കുക എന്താ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്രയും പൈസയൊക്കെ ആവുന്നുണ്ടല്ലോ. അതാണ് ആ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. ശരിയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇത് സംഭവിച്ചില്ല. പക്ഷേ ദൈവത്തിന്
ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് എന്നെ ഒരുപക്ഷെ ഇത്രയും കഠിനമായ ഒരു അവസ്ഥയിലൂടെ കടത്തിവിട്ടാലേ ഞാൻ ശരിയാവുകയുള്ളൂ എന്ന് ഒരുപക്ഷെ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയുണ്ട്. 4 ഫിലിപ്പിലെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്ത തികഞ്ഞവരും സമ്പൂർണ്ണമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തില് അനേക ദൈവമക്കളിലൂടെ അത്ഭുതങ്ങൾ കാണുവാനായിട്ടിടയായിട്ട് തീർന്നു. ഒരുപക്ഷെ ആ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന ബില്ല് ഒരുപക്ഷെ ഒരു 1.25 ലക്ഷം രൂപയുടെ 1.25 ലക്ഷം രൂപയുടെ ആയിരിക്കാം. കയ്യിൽ ചിലപ്പോൾ 15,000 രൂപയുള്ളായിരിക്കാം. ആ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് എന്നെ അറിയാത്ത ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ചില നന്മയുടെ ഭാഗങ്ങൾ നൽകുവാനായിട്ട് ദൈവം എൻ്റെ കണ്ണിനെ തുറന്നു. നന്മയുള്ളവരായിരിക്കുക, നന്ദിയുള്ളവനായിരിക്കുക ദൈവസന്നിധിയിൽ. അതോടൊപ്പം ദൈവം ചെയ്ത ഈ അത്ഭുതത്തെ മറ്റുള്ളവരോട് പറയുക, മറ്റു വിശ്വാസികളെ ബലപ്പെടുത്തുക. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ആ അങ്കിൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, അങ്കിൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അങ്കിൾ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ അങ്കിൾ എന്തിനാണ് ഇത്രയും വലിയൊരു പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത്? ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു പ്രോപ്പർട്ടി സെയിലായി. ദൈവം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആർക്കിത് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് കേട്ടതാ മോന്റെ പേര്. പ്രിയപ്പെട്ടവരെ, ആ പ്രോപ്പർട്ടി സെയിലാക്കാൻ തക്ക സമയത്ത് അനുവദിച്ചതാരാണ്? ദൈവമാണ്. അങ്കിൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. ആ എമൗണ്ടാണ് ഞാൻ മോന് തന്നത്. ആ എമൗണ്ട് ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. ആ അങ്കിളിന്റെ ഹൃദയത്തിൽ ആ ബേർഡൻ ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില അനുഗ്രഹങ്ങളുടെ ഭാഗം നമ്മുടേത് മാത്രമാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വ്യക്തിയിലൂടെ എനിക്ക് മനസ്സിലായത്, അത് മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കുവാൻ ദൈവം നമ്മുടെ കൈകളിൽ നൽകുന്നതാണ്. അത് എന്നെ കൂടി ദൈവം അത് പഠിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞു പോയ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുവാൻ ലഭിച്ച വലിയൊരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ആ കഷ്ടതകൾ, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ പാപം ചെയ്യാതെ നാം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് കഷ്ടം അനുഭവിക്കുവാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് ദൈവത്തിന് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ കാണിക്കുവാനുണ്ട്, ആളുകളോട് പറയുവാനുണ്ട്, ആളുകളുടെ മുമ്പിൽ പോയി പ്രസ്താവിക്കുവാനുള്ള ഒരു അവസരം ദൈവം നൽകുവാൻ സാധ്യതയുണ്ട്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തമായിരുന്ന അബ്രഹാമിനെ പോലെ, അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവാക്കി. അബ്രഹാമിനെ ദൈവം ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അബ്രഹാം വിശ്വസിച്ച ദൈവം എത്രത്തോളം ഉന്നതനാണെന്നുള്ളത് തനിക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അബ്രഹാമിന് ഈ യാത്രയിൽ താൻ ഏകദേശം 2-3 ദിവസം യാത്ര ചെയ്താണ് ഈ യാഗസ്ഥലത്തേക്ക് ചെല്ലുന്നത്. തനിക്ക് വേണമെങ്കിൽ മറ്റു പല തീരുമാനങ്ങളും എടുക്കായിരുന്നു, തിരിച്ചു പോകാമായിരുന്നു. വേണമെങ്കിൽ അബ്രഹാമിന് അങ്ങനെ തീരുമാനമെടുക്കും. പക്ഷേ നാം ചിലപ്പോൾ നിൽക്കുന്ന ചില അനുഭവങ്ങളുടെ മുൻപിൽ നമുക്കൊരു മടങ്ങിപ്പോക്ക് ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. ഒരുപക്ഷെ നാം ആഗ്രഹിക്കാത്ത നമ്മുടെ ചില ഉറ്റവരുടെ മരണം, അവരുടെ വേർപാട് ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മടക്കി തന്നു എന്ന് വരാം. പക്ഷേ രണ്ടായാലും ദൈവം നമുക്ക് ആ സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള കൃപ നൽകും എന്നുള്ളതാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നത്. നേഥനിപ്പോൾ 4 മാസം കഴിഞ്ഞു. അവനെ പക്ഷേ 2-2.5 മാസത്തെ വളർച്ചയെ അവനുള്ളൂ. എന്നാലും ദൈവം അവനെ ഇത്രത്തോളം ഞങ്ങൾക്ക് മടക്കി തന്നു. അവനെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അതിന് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞേനെ എൻ്റെ മകനെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയുവാൻ കഴിയുന്നത്, ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയ നെയ്തൻ. ആ നെയ്തനെ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവനെ കർത്താവിന് വേണ്ടി വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു അവസരം തന്ന പ്രത്യേക
ഈ കൂട്ടായ്മയുടെ TBF-ലെ അതിൻ്റെ ഭാരവാഹികളായ പേശിച്ചായനോടും പ്രിയ റോയങ്ങളോടൊക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ അല്ല, കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ന് പ്രഭാതത്തിലും ഞാനും ധ്യാനിച്ചത് ഏതാണ്ട് ഈ വിഷയം തന്നെയായിരുന്നു. അനേക വ്യക്തി ജീവിതങ്ങളിൽ വലിയൊരു ചലനം സൃഷ്ടിച്ച ഒരു വ്യക്തിപ്രഭാവമാണ് അബ്രഹാം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അബ്രഹാം മോറിയയുടെ മലമുകളിലേക്ക് പോയത് തൻ്റെ മകനെ യാഗമർപ്പിക്കുവാനല്ലായിരുന്നു. അബ്രഹാം തൻ്റെ മകനോട് പറയുന്നുണ്ട്, ആട്ടിൻകുട്ടിയെ ദൈവം തരും. അതിന് മുകളിൽ ചെല്ലുമ്പോൾ തൻ്റെ മകനു പകരം ഒരാട്ടിൻകുട്ടിയെ ദൈവം തരും. അതിനെ യാഗമർപ്പിച്ച് നമ്മൾ തിരിച്ചു വരും. തൻ്റെ ദാസന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞങ്ങൾ അവിടത്തോളം പോയി യാഗമർപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കാനാണ് പോയതെങ്കിൽ പോലും അതിനല്ല പോയത്. ആ മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ വലിയ കരുതൽ അവർ കണ്ടു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതിലൂടെ ഞാൻ ചിന്തിച്ചു, അബ്രഹാം എന്ന വലിയൊരു മനുഷ്യനെ തൻ്റെ മകനിലൂടെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ പാഠം ദൈവം പഠിപ്പിച്ചു. അതിന് തൻ്റെ മകനെ ഒരു ഉപകരണമാക്കി ദൈവം എടുത്തു. മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം. വലിയവനായ ദൈവം തന്നെ പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം. അതെന്താ ആ ദൈവത്തിൻ്റെ പ്രത്യേകത? അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുവാൻ കർത്താവ് തന്നെ പരിചയപ്പെടുത്താൻ, ഞാൻ ആരാണെന്ന് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അബ്രഹാമിനെ ചേർത്ത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്ര ശക്തമായി. തൻ്റെ മകൻ അവിടെ പിടഞ്ഞു മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ദൈവം അവന് പകരം ഒരാട്ടിൻകുട്ടിയെ ഒരുക്കുമെന്ന വിശ്വാസത്തോടെ ആ കത്തിയെടുത്ത് വീശുവാൻ അവന് തോന്നിയ ആ ഉറപ്പാണ് ആ വിശ്വാസം. ആ കത്തി അവൻ്റെ കഴുത്തിൻ്റെ ത്വക്കിൻ്റെ തുമ്പത്തെത്തുമ്പോഴും അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം സമ്മതിക്കയില്ല, ഇവിടെ ഒരാടിനെ ദൈവം തരും. ആ ഒരു അനുഭവമാണ് കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലൂടെ നാം കേട്ടത്. ആ ഒരു അനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്നത്. കഴുത്ത് മുറിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. കഴുത്തിൻ്റെ തുമ്പത്ത് കത്തിയെത്തുന്നതിന് മുമ്പ് നമ്മുടെ പേര് വിളിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നാം കേട്ടതുപോലെ നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നാം ഈ വചനം, ഈ സാക്ഷ്യം കേട്ട് അഭിപ്രായപ്പെട്ടു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവമായി തീരട്ടെ, നമ്മുടെ ദൈവമായി തീരണം. നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ആവശ്യങ്ങളുടെ മധ്യത്തിൽ, കണ്ണുനീരിൻ്റെ മധ്യത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ, നാം കേട്ട കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ, കർത്താവെ അങ്ങൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കർത്താവ് പ്രവർത്തിക്കും. ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മേൽക്കുമേൽ ബലപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ഒരു പൈതലിനെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം നൽകട്ടെ. നാളെയുടെ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രിയദാസൻ പറയുന്ന സാക്ഷ്യത്തെക്കാൾ അപ്പുറമായി ഒരു സാക്ഷ്യം ആ പൈതലിൻ്റെ നാവിൽ നിന്ന് കേൾക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ആ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ നന്മയും കർത്താവിൻ്റെ ദാസന് നൽകട്ടെ. നാം എല്ലാം ആ കുഞ്ഞിന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേല അഭംഗുരം ചെയ്യുവാൻ കർത്താവ് തൻ്റെ ദാസനെയും കുടുംബത്തെയും എടുത്തുപയോഗിക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വിശുദ്ധ ദിവസവും മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. TBFൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് പിരിഞ്ഞു പോകാം. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് വർഗീസ് അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ,
ഈ സായനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ കൂടി വരുവാൻ നീ തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുവാൻ അങ്ങ് പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ വിനീതനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ബുദ്ധിമുട്ടുകളുടെ കർത്താവെ താഴ്വരകളിലൂടെ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവെ, ദിനംതോറും കർത്താവെ അതിൻ്റെയൊക്കെ ഉദ്ദേശം മനസ്സിലാക്കി കർത്താവെ ആ കഷ്ടങ്ങളൊക്കെ ലാഭമാക്കി തീർക്കുവാൻ നിൻ്റെ മകനെ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നെയ്തനായിട്ട് സ്തോത്രം. അവനെ സഹായിക്കണം, ബാലാരിഷ്ടകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കണം. കർത്താവെ, അവന് വളർന്നു വരുമ്പോൾ അങ്ങയുടെ ഒരു വിശ്വസ്ത സാക്ഷിയായി അങ്ങയെ സേവിക്കുന്നത് കണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. കർത്താവെ, തൻ്റെ ജീവിതാരംഭം കർത്താവെ തൻ്റെ പിതാവിന് ഒരു വലിയ സാക്ഷ്യത്തിന് കാരണമാകുന്നതുപോലെ തന്നെ സംബന്ധിച്ചും അതൊരു വലിയ സാക്ഷ്യമായിട്ട് അനേകർക്ക് അത്ഭുതമായിട്ട് തൻ്റെ ജീവിതമായിരിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ കർത്താവെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു കർത്താവെ പ്രതിസന്ധിയിലൂടെ, ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായി. എന്നാൽ കർത്താവെ, അബ്രഹാമിനെ അങ്ങേക്ക് പൂർണ്ണമായിട്ടും വേണമായിരുന്നു. പലപ്പോഴും ഞങ്ങളൊക്കെ കർത്താവെ നിൻ്റെ മക്കളാണെങ്കിലും സമ്പൂർണ്ണമായിട്ടും അങ്ങയുടേതായി തീരുന്ന അവസരങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ലല്ലോ. അതുണ്ടാകുന്നത് കഷ്ടതയുടെ പാഠശാലയിലൂടെയാണ് എന്ന് ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കഷ്ടതയിലും പാടുവാൻ കർത്താവെ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ കർത്താവെ അങ്ങയുടെ പാഠശാലയിൽ പഠിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അബ്രഹാമിന് തൻ്റെ വിശ്വാസം തെളിയിച്ചു കാണിക്കുവാനുള്ളൊരവസരം അങ്ങ് കൊടുക്കുകയായിരുന്നല്ലോ. താൻ എത്രയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അനുദിന ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ചിലപ്പം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആ പരീക്ഷണ സമയത്ത് അവന് മനസ്സിലായി, എൻ്റെ അഭയസ്ഥാനം, ഞാൻ ആശ്രയിക്കുന്നത് ഈ ദൈവത്തിലാണ് എന്ന് അവന് മനസ്സിലാക്കുവാൻ, സ്വയം മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഇടയായല്ലോ കർത്താവേ. അതുപോലെ തന്നെ അബ്രഹാമിനെ കർത്താവേ 95 മാർക്കിൽ നിന്ന് 96 മാർക്കിൽ നിന്ന് 97 മാർക്കിൽ നിന്ന് കർത്താവെ 99ലേക്കും 100ലേക്കും ഒക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കർത്താവെ പരിശീലനമായിരുന്നല്ലോ അത്. ഞങ്ങളതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കും വരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കർത്താവെ പ്രത്യേകിച്ച് ഉത്തരവാദികളല്ലാത്ത കഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് വരുമ്പോൾ കർത്താവെ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ കരങ്ങളിൽ തന്നെ പിടിച്ചുകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് എന്ന് ചോദിക്കാനിടയാകുന്നതിന് പകരം അങ്ങയോട് കൂടുതൽ ചേർന്ന് നിന്ന് അങ്ങയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ച് കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. അതിൻ്റെ കർത്താവെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊയ്ത് ഞങ്ങൾ കൂടുതൽ കർത്താവെ ഉറപ്പുള്ളവരായിട്ട് കർത്താവെ ആ വിശ്വാസിയുടെ പിതാവായി തീർന്ന അബ്രഹാമിനെ പോലെ കർത്താവെ ജീവിതത്തിൻ്റെ ഉയർന്ന ആത്മീക പന്താവുകളിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിൻ്റെ ദാസനും വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം. നിൻ്റെ ദാസനെയും സഹായിക്കണം. ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. കുടുംബമായിട്ട് അവരെ തിരുക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നിൻ്റെ കൃപകൾ ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണമേ. ഈ സായനത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തർക്കായിട്ടും നിന്നെ സ്തുതിക്കുന്നു. ഓരോരുത്തരെയും സഹായിക്കണം, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ മിനിസ്ട്രിയെ ഓർക്കുന്നു. വരുന്ന ആളുകളിലും അനേകർ തിരുവചനം കേൾക്കത്തക്ക വിധത്തിൽ കർത്താവെ ഈ മിനിസ്ട്രിയെ നീ ഉപയോഗിക്കണം. മാത്രമല്ല ചെയ്യുന്ന ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ നിന്നെ അറിയുവാനും അത് മുഖാന്തരം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സായനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ കടന്നു പോകട്ടെ. ഞങ്ങളോട് കൂടെയിരിക്കണം. വരുന്ന ദിവസങ്ങളിൽ നീ സമയങ്ങൾ തരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ.